ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് CSST ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ 4 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് CSSTയിലേക്ക് വരുന്ന എക്യുപ്മെന്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന 4 രീതിയാണ്. ഫസ്റ്റ് രീതി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേർട്ടി ആയിട്ടുള്ള ആർട്ടിക്കിൾസ് കൊടുത്തിട്ട് ക്ലീൻ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നമ്മൾ എന്ത് ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യും. ഒന്ന് കൊടുത്തിട്ട് മറ്റൊന്ന് എന്ത് ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യും. ദെൻ നെക്സ്റ്റ് ആണ് റിക്വസിഷൻ സിസ്റ്റം. നമുക്ക് ആവശ്യാനുസരണം നമ്മൾ അവിടെ റിക്വസ്റ്റ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ ആ ആർട്ടിക്കിൾസ് നമുക്ക് എന്ത് ചെയ്യും, സപ്ലൈ ചെയ്യും. പിന്നെ ഗ്രോസറി സിസ്റ്റം ആണ്. ഗ്രോസറി എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കില്ലേ, അതെങ്ങനെയാണ് നമ്മൾ ആവശ്യം നോക്കിയിട്ടാണോ? ഇല്ല, ഒരു കണക്കായിരിക്കും. ഇത്രയും എക്യുപ്മെന്റ്സ് ഇത്രയും ദിവസത്തേക്ക് എന്നുള്ള രീതിയിൽ ഇത്രയും എക്യുപ്മെന്റ്സ് നമ്മൾ ഒരു മൊത്തമായിട്ട് നമ്മൾ എടുക്കും. അത് യൂസ് ചെയ്യണ്ടേ എന്നൊന്നും നോക്കില്ല. നമ്മളത് ഫുള്ളും നമ്മൾ എന്ത് ചെയ്യും, അത്രയും ദിവസം ടൈം പീരീഡ് അനുസരിച്ച് അത് എന്ത് ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യും. ഇനി കോട്ട സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത്രയും എക്യുപ്മെന്റ്സ്, ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും എക്യുപ്മെന്റ്സ്. കോട്ട സിസ്റ്റം പോലെ നമുക്ക് അത് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എക്സ്ചേഞ്ച് നമുക്ക് CSST ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നമുക്കൊന്ന് നോക്കാം കേട്ടോ, അതെന്താ ഉദ്ദേശിക്കുന്നത്. CSST distribution system. The claim for data exchange. A sterilized article is provided at the CSST issue counter in exchange for a used one at any time. നമുക്ക് യൂസ്ഡ് ആയിട്ടുള്ള ഒന്ന് കൊടുത്തിട്ട് നല്ല ക്ലീൻ ആയിട്ട് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് CSSTയുടെ എന്താണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കൗണ്ടറിൽ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് റിസീവിംഗ് കൗണ്ടറിൽ കൊടുത്തിട്ട് നല്ല കറക്റ്റ് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് CSSTയുടെ ഡിസ്ട്രിബ്യൂഷൻ കൗണ്ടറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ സിസ്റ്റത്തിനെയാണ്, ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലീൻ ഫോർ ഡേറ്റ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി റിക്വസിഷൻ സിസ്റ്റം ആണ്. The article needed are demanded by the users on daily or regular basis. നമുക്ക് ആവശ്യമുള്ള ആർട്ടിക്കിൾസ് നമ്മൾ ഡെയിലി ആവട്ടെ റെഗുലർ ബേസിലാവട്ടെ നമ്മൾ എന്ത് ചെയ്യും, ഡിമാൻഡ് ചെയ്യും. ഗാതേർഡ് ബൈ ദം അറ്റ് CSST കൗണ്ടറിൽ നിന്ന് അത് കളക്ട് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് ആണ് ഗ്രോസറി സിസ്റ്റം. Each user's demand for a specific period are delivered at suitable intervals. നമ്മളുടെ suitable intervals അനുസരിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള ആർട്ടിക്കിൾസ് നമ്മൾ എന്ത് ചെയ്യും, ഒരു നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആർട്ടിക്കിൾസ് നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. റിഗാർഡിംഗ് ഓഫ് വെദർ ദ കറന്റ് ഹാവ് ബീൻ യൂസ്ഡ് ഓർ നോട്ട്. അപ്പൊ നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും നമ്മൾ നോക്കില്ല. നമ്മളത് എന്ത് ചെയ്യും, നമുക്ക് ഇത്രയും ഐറ്റംസ് വരണം, ഇന്ന ദിവസം ഇത്രയും ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യണം, അവർ ഡെലിവർ ചെയ്യണം. അപ്പൊ നമ്മളത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. ഇനി കോട്ട സിസ്റ്റം ആണ്. Pre-arranged stock level of different items for each user's unit are maintained by delivery persons from CSST. Frequent delivery. Not frequent delivery. CSST നിന്ന് frequent deliveryയുടെ ഭാഗമായിട്ട് ഡെലിവറി പേഴ്സൺസ് മുഖേന നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കും ഒരു പ്രീ അറേഞ്ച്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ലെവൽ ഉണ്ട്. ഇത്രയും ഐറ്റംസ് നമ്മളിവിടെ സ്റ്റോക്ക് ആയിട്ട് സൂക്ഷിക്കണം എന്നുണ്ട്. അത്രയും സ്റ്റോക്ക് ഐറ്റംസ് നമുക്ക് ഇത്രയുമാണ് ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഫ്രീക്വന്റ് ആയിട്ട് ഡെലിവർ ചെയ്യും ആര് CSST കേട്ടോ. നമ്മൾ 3 രീതിയിലാണ് CSSTയിലെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റത്തെ സിമ്പിൾ ആണ്. നമ്മൾ എന്താ പറയുക, ഡേർട്ടി ആയിട്ടുള്ള ആർട്ടിക്കിൾസിന് പകരം ക്ലീൻ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് വാങ്ങിക്കുന്നു. നെക്സ്റ്റ് റിക്വസിഷൻ സിസ്റ്റം ആണ്. നമുക്ക് റിക്വസ്റ്റ് നമ്മുടെ ആവശ്യകത അനുസരിച്ച് നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ആ ഒരു ഐറ്റം CSST കൗണ്ടറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. നെക്സ്റ്റ് ഗ്രോസറി സിസ്റ്റം ആണ്. ഗ്രോസറി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലേക്ക് ആവശ്യമുള്ള ഐറ്റംസ് നമുക്ക് ഡെലിവർ ചെയ്യും. CSST നമുക്ക് ഡെലിവർ ചെയ്യും. ബാക്കിയുള്ള ഐറ്റംസ് അവർ എന്ത് ചെയ്യും, അത് അവർ കളക്ട് ചെയ്തുകൊണ്ട് പോകും. എന്ന് വെച്ചാൽ അത് വെദർ യൂസ്ഡ് ആണോ അല്ലെങ്കിൽ നോട്ട് യൂസ്ഡ് ആണോ എന്നൊന്നും നോക്കൂല. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽ ഉണ്ട്. ഒരു പ്രീ അറേഞ്ച്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ലെവൽ ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് CSSTയിൽ നിന്ന് പേഴ്സണേഴ്സ് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഡെലിവറി കൊണ്ടുവരാറുണ്ട്. ടൈം പീരീഡ് അനുസരിച്ച് ഇന്റർവെൽസ് അനുസരിച്ച് അവർ എന്ത് ചെയ്യും, നമുക്ക് ഗുഡ്സ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കും. ഇതാണ് CSST ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഒന്ന് വായിച്ചു നോക്കട്ടോ. ഒന്നും കൂടി പറയാം കേട്ടോ.
നമുക്ക് CSST-യിൽ ഈ നമ്മൾ ക്ലെയിം ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് 4 രീതിയിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് ആദ്യത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലെയിംഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, ഡേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് കൊടുത്തിട്ട് ക്ലീൻ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് സ്വീകരിക്കും. നെക്സ്റ്റ് റിക്വസിഷൻ സിസ്റ്റമാണ്. നമുക്ക് ആവശ്യമുള്ള ആർട്ടിക്കിൾസ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും. അപ്പൊ റിക്വസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് CSST കൗണ്ടറിൽ നിന്ന് നമുക്ക് ഡെയിലിയോ അല്ലെങ്കിൽ റെഗുലർ ബേസിൽ അത് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഗ്രോസറി സിസ്റ്റമാണ്. ഗ്രോസറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളം മീനിങ് പലചരക്ക് എന്നൊക്കെയുള്ള മീനിങ് ആണ്. അതല്ല കറക്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ സാധനങ്ങളൊക്കെ എല്ലാവരും വാങ്ങിക്കാന്ന് വിചാരിക്കും. പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാത്തിനും ഒരു ലിസ്റ്റ് ഇട്ടിട്ട് ആ ലിസ്റ്റ് നമ്മൾ ഫുൾ ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കും. അത് അവിടെ ഉണ്ടോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും നോക്കിയില്ലല്ലോ. അത് ഇത്ര ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ മൊത്തം സാധനങ്ങളും അവിടെ നിന്ന് വാങ്ങിക്കും. അപ്പൊ നമ്മള് CSST-ന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ ഓരോ ഇന്റർവെൽസ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇന്റർവെൽസിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും, CSST-ന്ന് ഗുഡ്സ് ആർട്ടിക്കിൾസ് നമ്മൾ എന്ത് ചെയ്യും, ഡെലിവർ ചെയ്യും. ഈ കോട്ട സിസ്റ്റം ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റും ഇന്ന സാധനങ്ങൾ ഇത്രയും അറേഞ്ച് ചെയ്യണം, ഇത്ര സ്റ്റോക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ട്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് CSST-ൽ നിന്ന് നമ്മുടെ ഡെലിവർ പേഴ്സൺസ് നമുക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾസ് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ചു തരും. ഒന്ന് വായിച്ചേ. വായിച്ചു ഇവിടെ എല്ലാവരും വായിച്ചു. വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? നിങ്ങൾ പ്രതികരിക്കണം കേട്ടോ പിള്ളേരെ. ഒരാൾക്ക് മാത്രമേ ഡൗട്ട് ഇല്ലാത്തുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? കാരണം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ എന്ന് നമ്മൾ നിങ്ങളെ കാണുന്നില്ല. സോ അത് നിങ്ങളുടെ ഫേസിൽ എക്സ്പ്രഷൻ ഒന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കുകയും വേണം. ക്ലിയർ ആണെങ്കിൽ ഓക്കെ എന്ന് വെച്ചാലും മതി. ഓക്കെ, ഇനി അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് ആണ്. CSST-യിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന പ്രോസസ് ഒക്കെ കറക്റ്റ് ആയിട്ടാണോ, എല്ലാ പോളിസീസും പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്തിട്ടാണോ CSST-യിൽ ഓരോ ഐറ്റംസും സ്റ്റെറിലൈസ് ചെയ്യുന്നത്, ഡിസിൻഫെക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. ദ അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് work practice must be overseen. Written policy and procedure must be strictly followed by all personnel responsible and accountable for sterilizing and disinfecting items and for handling sterilizing supply. വലിയൊരു സെന്റൻസ് പറഞ്ഞല്ലേ, ഡൗട്ട് ഉണ്ടാവും. നോക്കുക, നമ്മുടെ വർക്ക് പ്രാക്ടീസ് ഫോളോ ചെയ്യണം. CSST-യുടെ അകത്ത് ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെയാണ് എന്നുള്ള രീതിയിൽ കുറച്ച് പോളിസീസും പ്രൊസീജിയേഴ്സും നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. CSST കൈകാര്യം ചെയ്യുന്ന പേഴ്സൺസ് ഇതെന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. കാരണം ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാൽ പോലും അതുവഴി എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ള സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും സ്റ്റെറിലൈസ് ആയി ഡിസിൻഫെക്റ്റഡ് ആയി എന്നുള്ള ഉറപ്പ് നമ്മൾ വരുത്തണം. എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പർ ആയിട്ട് ഇത് മറ്റുള്ള ഫീൽഡിലേക്ക് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ സ്റ്റെറിലിറ്റി കിട്ടിയില്ല, അനുരൂപമാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ഫെയിൽഡ് ആയി എന്നാണ് പറയുന്നത്. CSST-ക്ക് തെറ്റ് പറ്റിയെന്നാണ് അവിടെ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളിപ്പം നമ്മളുടെ CSST-യിൽ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോക്കാട്ടോ, നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു വർക്ക് പ്രാക്ടീസ് ആണ് എന്ത്, നമ്മൾ CSST-യിൽ പറഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സ് പോളിസീസ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണോ നമ്മൾ ഈ എക്യുപ്മെന്റ്സും ഈ ആർട്ടിക്കിൾസും ഒക്കെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പൊ നമ്മൾ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യുമ്പോഴും സപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽ പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ ഉത്തരവാദിത്തം ആർക്കാണ്, നമ്മൾ CSST കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്കാണ്. സാധാരണയായിട്ട് ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, ഫെയിൽഡ് എന്നാണ് കേട്ടോ. സിസ്റ്റം ഹാസ് ഫെയിൽഡ്, ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ഒന്ന് തെറ്റിയേക്ക്, ഫെയിൽഡ് എന്നാക്കിയേക്ക്.
ഇനി സ്റ്റെറിലിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, അറ്റൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ എൻറ്റയർ സിസ്റ്റം CSSTയുടെ എൻറ്റയർ സിസ്റ്റം ഫെയിൽഡ് എന്നാണ് നമ്മളത് വിചാരിക്കുന്നത്. നമുക്കത് ഫെയിൽ ആയിപ്പോയി, നമ്മളതിൽ തോറ്റുപോയി, നമുക്ക് ആ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാതെ പോയി. അപ്പൊ അത് നമ്മളുടെ സിസ്റ്റത്തിന് മൊത്തമായിട്ടൊരു എന്താ പറയുക ഒരു ബാഡ് നെയിം ആണ്. നമ്മൾ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വഴി എന്ത് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്തു എന്ന് പറയുമ്പോൾ CSSTക്ക് മൊത്തമായിട്ടൊരു ചിത്തപ്പേരാണ്. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഞാൻ പറഞ്ഞു. എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ്, എത്ര സ്റ്റേജസിലൂടെയാണ് നമ്മൾ CSSTയുടെ ഓരോ പ്രോസസ്സും കടന്നു പോകുന്നത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓരോ ഏരിയയിൽ നിന്ന് റിസീവിങ് ഏരിയയും ഒരിക്കലും ഡിസ്ട്രിബ്യൂഷൻ ഏരിയയും തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടാൻ പാടില്ല. അത്രയും സേഫ്റ്റിയും അത്രയും മെഷേഴ്സും എടുത്ത് അത്രയും മെഷേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ സ്റ്റെറിലൈസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് അത് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള സപ്ലൈസ് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. നോക്കാം. The work practice must be overseen written policies and procedures. നമ്മൾ CSSTയിലെ ഫോളോ ചെയ്യേണ്ട വർക്ക് പ്രാക്ടീസുകൾ കറക്റ്റ് ആയിട്ട് സ്ട്രിക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇനിന്റെ പോളിസീസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, ഇനിന്റെ പ്രൊസീജിയറിലൂടെയാണ് ഇത് കടത്തി വരേണ്ടത്. മസ്റ്റ് ബി സ്ട്രിക്റ്റ്ലി ഫോളോഡ്. നമ്മളത് കറക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യണം. ബൈ ഓൾ പേഴ്സണൽ റെസ്പോൺസിബിൾ. അത് ആരൊക്കെയാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ്, അത് കറക്റ്റ് ആയിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്യാൻ. ആൻഡ് അക്കൗണ്ടബിൾ ഫോർ സ്റ്റെറിലൈസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ് ഐറ്റംസ്. നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള, ഡിസിൻഫെക്ട് ചെയ്തിട്ടുള്ള, അണുവിമുക്തമാക്കിയിട്ടുള്ള ഐറ്റംസ് ആൻഡ് ഫോർ ഹാൻഡ്ലിംഗ് സ്റ്റെറിൽ സപ്ലൈസ്. സ്റ്റെറിൽ ആയിട്ടുള്ള സപ്ലൈസ് നമ്മൾ കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ശ്രദ്ധയോട് കൂടി വേണം എന്ത് ചെയ്യാനായിട്ട്, ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇഫ് സ്റ്റെറിലിറ്റി കനോട്ട് ബി അറ്റൈൻഡ് ഓർ മെയിൻറ്റെയിൻഡ്. നമുക്ക് ഈ സ്റ്റെറിലിറ്റി അണുവിമുക്തമാക്കിയത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയില്ല ഓർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ എൻറ്റയർ സിസ്റ്റം ആണ് എന്താവുന്നത്, ഫെയിൽഡ് ആവുന്നത്. ഫോയിൽഡ് എന്നല്ല, ഫെയിൽഡ് എന്നാണ് കേട്ടോ. FAILED, ഫെയിൽഡ് എന്നാക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലായല്ലോ. ഇനി ഡീകണ്ടാമിനേറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണുവിമുക്തമാക്കണം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത്. എന്തൊക്കെ പോളിസീസ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളിത് എടുത്ത പോർഷൻ ആണ്. അപ്പൊ നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പൊ ഡീകണ്ടാമിനേറ്റ് ചെയ്തിട്ടുള്ള, അണുവിമുക്തമാക്കിയിട്ടുള്ള, ടെർമിനലി സ്റ്റെറിലൈസേഷൻ, നമ്മൾ ഏറ്റവും അവസാനം സ്റ്റെറിലൈസേഷന്റെ ഏറ്റവും അവസാനം വരെ സ്റ്റെറിലൈസ് ചെയ്ത് ആൻഡ് ക്ലീനിങ് ഓഫ് റീയൂസബിൾ ഐറ്റംസ്, നമ്മൾ റീയൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐറ്റംസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഡിസ്പോസിബിൾ ഐറ്റംസ് വെച്ചാൽ വൺ ടൈം യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്നതൊക്കെ ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പാക്ക് ചെയ്യുക, ലേബൽ ചെയ്യുക. പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ദ ഐറ്റംസ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ദ സ്റ്റെറിലൈസേഴ്സ്. നമ്മളിപ്പോ അണുവിമുക്തമാക്കിയിട്ടുള്ള ഐറ്റംസ് ലോഡ് ചെയ്യുക, അൺലോഡ് ചെയ്യുക, കയറ്റിയും ഇറക്കിയൊക്കെ ചെയ്യുമ്പോഴും എല്ലാപ്പോഴും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഇത്രയും കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് ഈ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അൺലോഡിങ് ലോഡിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും വീണ്ടും ഇൻഫെക്ഷൻ വരുന്നില്ലാതെ നമ്മൾ ഉറപ്പുവരുത്തണം. ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേയിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ് ഓഫ് ഈച്ച് സൈക്കിൾ. നമ്മൾ ഇന്ന സൈക്കിളിലൂടെ ഇതെല്ലാം കടത്തി വിട്ടു, ആ സമയത്തൊക്കെ ഇന്നതാണ് റിസൾട്ട്, ഇതെല്ലാം സ്റ്റെറിലൈസ് ആയെന്ന് ആ കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡിൽ രേഖപ്പെടുത്തണം. അഡ്ഹറിങ് ടു ദ സേഫ്റ്റി മെഷേഴ്സ്. നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ പാലിച്ചിട്ടുണ്ട്. നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ പാലിച്ചിട്ടുണ്ട്. പ്രിവെന്റീവ് മെയിൻ്റെനൻസ് പ്രോട്ടോകോൾ, അതേപോലെ പ്രിവെന്റീവ് ആയിട്ടുള്ള മെയിൻ്റെയിനിങ് പ്രോട്ടോകോൾ നടപടിക്രമങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം.
ആൻഡ് സോർട്ടിങ് ഓഫ് സ്റ്റെറിലൈസ്ഡ് ഐറ്റംസ്. നമ്മൾ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കറക്റ്റ് ആയിട്ട് സോർട്ട് ചെയ്യുക. സെയിം നേച്ചറുള്ള ഐറ്റംസ് ഒക്കെ സെയിം എന്ത് ചെയ്യുക, ഒരുമിച്ച് വെക്കുക, അപ്പൊ സോർട്ട് ഒക്കെ ചെയ്യാം. ഹാൻഡിങ് സ്റ്റെറിലൈസിങ് ഐറ്റംസ് റെഡി ഫോർ യൂസ്. നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി ആ ഒരു ടൈമിലേക്ക് തയ്യാറെടുപ്പിക്കുക. നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ റെഡി ടു യൂസ് ആക്കി വെക്കാം. മേക്കിംഗ് സ്റ്റെറിലൈസ്ഡ് ട്രാൻസ്ഫേഴ്സ് ടു സ്റ്റെറിലൈസ്ഡ് ഫീൽഡ്. നമ്മൾ ഈ സ്റ്റെറിലൈസ്ഡ് ട്രാൻസ്ഫേഴ്സ് നടത്തേണ്ടത്, ട്രാൻസ്ഫേഴ്സ് ഒക്കെ നടത്തുന്നത് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഫീൽഡിലൂടെയാണ്, അണുവിമുക്തമായിട്ടുള്ള ഫീൽഡിലൂടെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യേണ്ടത്, ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. നമ്മളിപ്പോ പറഞ്ഞത് എന്തൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് മെഷേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഡീകണ്ടാമിനേഷനും അതേപോലെ തന്നെ ടെർമിനലി സ്റ്റെറിലൈസേഷനും നടത്തിയതിനു ശേഷം നമ്മൾ അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാനും മറ്റ് ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പോസ് ചെയ്യേണ്ടതുമായിട്ട് വരും. പിന്നെ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റെറിലൈസ് ആയിട്ടുള്ള ഐറ്റംസ് കറക്റ്റ് ആയിട്ട് പാക്ക് ചെയ്യുക, ലേബൽ ചെയ്യുക, ഇന്നതാണ് ഇതിന്റെ യൂസ് അല്ലെങ്കിൽ ഇന്ന നെയിം ആണ് ഇതെന്നൊക്കെ, അല്ലെങ്കിൽ ആ ടൈം ഓഫ് സ്റ്റെറിലൈസേഷൻ കറക്റ്റ് ആയിട്ട് അതിൽ എന്ത് ചെയ്യാം, ഡിനോട്ട് ചെയ്യാം. ദെൻ പിന്നെന്താണ്, ലോഡിങ് ആൻഡ് അൺലോഡിങ് ചെയ്യുന്ന സമയത്ത് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ലോഡ് ചെയ്യുമ്പോഴും അൺലോഡ് ചെയ്യുമ്പോഴും കറക്റ്റ് ആയിട്ട് സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയേഴ്സും പ്രോട്ടോകോൾസും നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താം. ഓപ്പറേറ്റിംഗ് സ്റ്റെറിലൈസർ, നമ്മൾ സ്റ്റെറിലൈസർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്താം. ഡിസ്പ്ലേയിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ് ഓഫ് ഈച്ച് എന്താണ് എനിക്ക്, ഞാൻ ലാസ്റ്റ് ചോദിക്കാട്ടെ എന്താ ഡൗട്ട് എന്ന്. നമ്മൾ ഡിസ്പ്ലേയിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ് ഓഫ് ഈച്ച് സൈക്കിൾ, നമ്മൾ ഈ സ്റ്റെറിലൈസേഷൻ കടത്തിവിട്ട ഓരോ സൈക്കിളിലൂടെ നമ്മൾ ഓരോ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റെറിലൈസേഷനിലൂടെ ഈ എക്യുപ്മെന്റ്സ് കടന്നു പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് രേഖപ്പെടുത്താം. നമ്മൾ ഇനി ഇവിടെ ഫോളോ ചെയ്യേണ്ട സേഫ്റ്റി മെഷേഴ്സുകളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്, പരിപാലിച്ചിട്ടുണ്ട്. അതേപോലെ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് പ്രോട്ടോകോൾ ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താം. ദെൻ നമ്മൾ ഈ കാര്യങ്ങൾ, നമ്മൾ സ്റ്റെറിലൈസ് ആയിട്ടുള്ള ഐറ്റംസ് സോർട്ട് ചെയ്യും, സ്റ്റോർ ചെയ്യും, കറക്റ്റ് രീതിയിൽ സ്റ്റോറും ചെയ്യാം. നമ്മൾ ഈ കാര്യങ്ങൾ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് റെഡി ടു യൂസ്, റെഡി ഫോർ യൂസ് ആക്കി വെക്കാം. നമ്മൾ കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്കത് ആവശ്യത്തിന് അത് എന്ത് ചെയ്യാൻ പറ്റണം, സപ്ലൈ ചെയ്യാൻ പറ്റണം. ആ ഒരു രീതിയിൽ ആക്കി വെക്കാം. എപ്പോഴാണ് റിക്വസ്റ്റ് വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എപ്പോൾ ചെന്നാലും CSST എപ്പോൾ ചെന്നാലും അത് റെഡി ടു യൂസ് ആയിട്ട് അവൈലബിൾ ആയിരിക്കണം. ഇനി നമ്മൾ സ്റ്റെറിലൈസ് ട്രാൻസ്ഫേഴ്സ് സ്റ്റെറിലൈസ് ഫീൽഡിലൂടെ ആയിരിക്കണം കടത്തിവിടാനായിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ അണുവിമുക്തമാക്കിയിട്ടുള്ള ഫീൽഡിലൂടെ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കടത്തിവിടാനായിട്ട് കേട്ടോ. ഓക്കെ, ഇത്രയും പറഞ്ഞില്ലേ? ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ സ്പീഡ് കൂടിയതോ ഉണ്ടോ? ഒരാള് പറയുന്നുണ്ടായിരുന്നു സ്പീഡ് ക്ലിയർ അല്ലേ. സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ്, ഇത് വായിച്ചാല് കിട്ടുന്ന രീതിയിലാണ് ഞാനത് എന്റെ രീതിയിൽ നല്ല പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി, ഇനി ചോദിക്കാം. ഇനി എന്താണ് നിങ്ങൾക്ക് സംശയം? നിങ്ങൾക്ക് അത് വായിച്ചു നോക്കിയിട്ട് ഇനി എവിടെയാണ് ആ പോർഷൻ കിട്ടാത്തതെന്ന് ഇനി ചോദിക്കാം. ക്ലാസ് എടുക്കുമ്പോൾ അത് മനസ്സിലായില്ല ഒന്നുകൂടി പറയാൻ പറയുമ്പോൾ, ഈ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ കംപ്ലൈന്റ് വരുന്നതെന്ന് വെച്ചാൽ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും പറയുമ്പോൾ അത് അവർക്ക് ഇഷ്ടാവുന്നില്ല. നമ്മൾ ഒറ്റ പ്രാവശ്യം അത് പറയും, വായിക്കാനായിട്ട് നിങ്ങൾക്ക് ടൈം തരുമല്ലോ. അപ്പൊ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം. ജസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യം വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ അതൊന്ന് എന്താണ് ഡൗട്ട് എന്നൊന്നും ക്ലിയർ ആക്കാം കേട്ടോ. അത് എന്നോട് ചോദിക്കും, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഒന്ന് വായിക്കാം കേട്ടോ. റസിയ, അതേപോലെ തന്നെ അനിൽകുമാർ, പിന്നെ സുഹൈന, ഒരു 3 പേരും അല്ലേ? ഒന്ന് നോക്കി വായിച്ചു നോക്കി, ഇത് എന്താ ഡൗട്ട് എന്നൊന്ന് ചോദിച്ചേ. ലാസ്റ്റ് പോയിന്റ് സ്റ്റെറിലൈസ് ഫീൽഡ് ആണോ ഫെയിൽഡ് ആണോ? അതങ്ങനെയല്ല, ഫീൽഡ് എന്നാണ്, ഫെയിൽഡ് എന്നല്ല കേട്ടാ. മേക്കിംഗ് സ്റ്റെറിലൈസ് ട്രാൻസ്ഫേഴ്സ്, നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സും അതേപോലെ തന്നെ ടൂൾസുകളൊക്കെ സ്റ്റെറിലൈസ് ഫീൽഡിലൂടെ തന്നെ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. ഫീൽഡ് കേട്ടോ.
ഫീൽഡ് എന്ന് വെച്ചാൽ അണുവിമുക്തമാക്കിയിട്ടുള്ള ഏരിയയിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. കാരണം നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്, എവിടെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ തമ്മിൽ കണക്ഷൻ ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്സെപ്റ്റിംഗ് ഏരിയയും ഡിസ്ട്രിബ്യൂഷൻ ഏരിയയും തമ്മിൽ ഒരു കണക്ഷനും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്, അവർ തമ്മിൽ കണക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സ്റ്റെറിലൈസ്ഡ് ഏരിയയിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണം. ആ ഫീൽഡിൽ കൂടെ തന്നെ അണുവിമുക്തമാണെന്ന് ഉറപ്പുള്ള ആ ഒരു ഫീൽഡ്, ആ ഒരു ഏരിയ വഴി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ട്രാൻസ്ഫർ ചെയ്യണം. അത് ടെർമിനലി എന്ന് പറയുന്നത് ടെർമിനലി സ്റ്റെറിലൈസേഷൻ, നമ്മളുടെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന്റെ അവസാന ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം എന്നുള്ള ഒരു മീനിങ് ആണ്. ടെർമിനലി എന്ന് പറയുമ്പോൾ അവസാനമായിട്ടെന്നാണ് മീനിങ് വരുന്നത്. നമ്മൾ ടെർമിനലി സ്റ്റെറിലൈസേഷൻ കണക്ട് ചെയ്യുമ്പോൾ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം അഡ്ഹറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താണ്, പരിപാലിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അഡ്ഹറിംഗ് ടു സേഫ്റ്റി മെഷേഴ്സ്, നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ സേഫ്റ്റി മെഷേഴ്സും നമ്മൾ എന്ത് ചെയ്യണം, പരിപാലിക്കണം. എന്ന് വെച്ചാൽ ഫോളോ ചെയ്യണം. ഇംഗ്ലീഷിൽ നമ്മൾ ഫോളോ ചെയ്യണം എന്ന് പറയില്ലേ, കറക്റ്റ് ആയിട്ട് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യണം. നമ്മൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം എന്ന് പറയും. അതേപോലെ തന്നെയാണ് ഡീകണ്ടാമിനേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണുവിമുക്തമാക്കുക, അണുവിമുക്തമാക്കുക കേട്ടോ. ചില കുറെ പുതിയ വീടുകളൊക്കെ വരുമ്പോൾ നിങ്ങളത് പുതിയ വീടുകളാണെങ്കിൽ അത് പറയുമ്പോ തന്നെ ഞാൻ മലയാളം മീനിങ് പറഞ്ഞു പോകുന്നുണ്ട്, അപ്പൊ തന്നെ എഴുതി വെക്കുക. ഇനി കിട്ടാത്തതാണെങ്കിൽ ഇതേപോലെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം കേട്ടോ. സ്റ്റോറിംഗ് ആണോ സോർട്ടിംഗ് ആണോ? സ്റ്റോറിംഗ് കേട്ടോ. സ്റ്റോറിംഗ് ആൻഡ് സോർട്ടിങ്, സോർട്ടൊക്കെ ചെയ്ത് കറക്റ്റ് ആയിട്ട് അത് സ്റ്റോർ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. നമ്മളത് കറക്റ്റ് ആയിട്ട് അത് സോർട്ടൊക്കെ ചെയ്ത് ഇന്ന എക്യുപ്മെന്റ്സ് ആണ്, ഇന്ന കോമൺ ആയിട്ട് വരുന്നതൊക്കെ സോർട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള നമ്മുടെ നല്ലൊരു എന്താ പറയാ, നല്ല ക്ലീൻ ആയിട്ടുള്ള ട്രാക്കുകളിൽ അത് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാം. അത് എപ്പോഴും നമുക്ക് റെഡി ടു യൂസ് ആയിരിക്കും. നമ്മൾ എപ്പോഴും സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ സപ്ലൈ നമുക്ക് എപ്പോ റിക്വസ്റ്റ് വന്നാലും അപ്പൊ സപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ എന്ത് വേണം, എക്യുപ്മെന്റ്സ് വേണം. വായിച്ചോക്കെ എല്ലാവരും? ക്ലിയർ ആണോ? ഒന്ന് ഇരുത്തി വായിക്കേണ്ടി വരും. പുതിയ കുറച്ച് പേരുകൾ നിങ്ങൾ കേൾക്കാത്ത കുറച്ച് പേരുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ഇരുത്തി വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ. ഇനിയാണ് CSSTയുടെ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ CSST മാനേജർ ഓർ ഇൻചാർജ്. മാനേജർ ഓർ ഇൻചാർജിന്റെ ആ ഓർന്നുള്ളത് കേട്ടോ. ഈ ടൈപ്പിങ്ങിന്റെ പ്രശ്നമാണ്. മാനേജർ ഓർ ഇൻചാർജ് എന്നാണ്. നമ്മളത് ഓർഗാനോഗ്രാം നിങ്ങൾ പഠിച്ചില്ലേ? ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് മാനേജർ ആൻഡ് ഇൻചാർജ് എന്നല്ലേ പഠിച്ചത്? ഓർ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ലേ? കാണിച്ചു തരാം. നമ്മൾ ഓർഗാനോഗ്രാം എവിടെ പഠിച്ചത്? ദൈവം കണ്ടോ, CSST മാനേജർ ഓർ ഇൻചാർജ് ഓർന്ന് കണ്ടോ അവിടെ. അതേപോലെ തന്നെ ആക്കിയോട്ടെ ഇവിടെ എന്തൊക്കെയാണ് ജോബ് റെസ്പോൺസിബിലിറ്റി, CSST മാനേജറിന്റെയും ഇൻചാർജിന്റെയും ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് CSST മൊത്തമായിട്ട് സൂപ്പർവൈസ് ചെയ്യാം, കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ? ഇൻചാർജ് ട്ടാ, മാനേജർ ഓർ ഇൻചാർജ്. ഒന്ന് എഡിറ്റ് ചെയ്തു എല്ലാവരും? ഒന്ന് മെസ്സേജ് അയക്കട്ടെ, എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. എല്ലാവരും എഡിറ്റ് ചെയ്തല്ലോ? ഓക്കെ. ഓർമ്മ അങ്ങനൊരു സ്ലാഷ് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ. CSST മാനേജർ ആൻഡ് ഇൻചാർജ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് നമ്മുടെ CSSTയിലെ മൊത്തത്തിലുള്ള മേൽനോട്ടം വഹിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? CSST മാനേജർക്കാണ് അല്ലെങ്കിൽ ഇൻചാർജിനാണ്. ഇനി
CSST-യില് പ്രൊസീജിയർ നമ്മുടെ പ്രവർത്തനങ്ങള് കറക്റ്റ് ആയിട്ട് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്. അത് ഡിസ്പ്ലേ ചെയ്യണം, പ്രദർശിപ്പിക്കണം. ആരുടെ ഉത്തരവാദിത്തമാണ്? അത് CSST മാനേജറിനെയാണ്. ഇനി സൂപ്പർവൈസിങ്, ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് ദ സ്റ്റാഫ്സ്. നമുക്ക് ആവശ്യത്തിനുള്ള മേൽനോട്ടം CSST മാനേജറിന്റെ കീഴിൽ CSST ടെക്നീഷ്യൻ, CSST അസിസ്റ്റന്റ്, അതേപോലെ തന്നെ എത്ര പേരുണ്ട് നമ്മൾ നോക്കിയതല്ലേ? എന്തൊക്കെയും CSST ടെക്നീഷ്യൻ, CSST അസിസ്റ്റന്റ്, ക്ലർക്ക്, സ്റ്റോർ കീപ്പർ, അതേപോലെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ, ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെയും വർക്ക് പ്രോപ്പർ ആണ്. അവർക്ക് ആവശ്യത്തിനുള്ള സൂപ്പർവിഷൻ, നമ്മളൊരു മേൽനോട്ടം വേണം. നമ്മൾ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നത് പ്രോപ്പർ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? സൂപ്പർവൈസ് ചെയ്യണം. അവർക്ക് എന്തെങ്കിലും ഗൈഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മളത് അവർക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ അഭിപ്രായം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതേപോലെ CSST-യിലുള്ള സ്റ്റാഫുകൾക്ക് ആവശ്യത്തിനുള്ള ട്രെയിനിങ് പ്രോസസ്സ് നമ്മളത് പ്രൊവൈഡ് ചെയ്യണം. ഇതും ആരുടെ ഉത്തരവാദിത്തമാണ്? CSST മാനേജറിന്റെ ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ് ആണ് ഡയറക്റ്റിംഗ് ഡ്യൂട്ടി റോസ്റ്റേഴ്സ് ആൻഡ് റെക്കോർഡ്സ്. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ഒക്കെ എന്ത് ചെയ്യാം? ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന വ്യക്തി ഇന്ന കാര്യങ്ങൾ ചെയ്യാം, ഇന്ന ആള് ഇന്ന ചെയ്യാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഡ്യൂട്ടി എന്ത് ചെയ്യാം? പട്ടികപ്പെടുത്തി കൊടുക്കുക. ഇന്ന ആള് ക്ലീനിങ് ആണെങ്കിൽ ഇന്ന ആള് ക്ലീനിങ് ആണ്, ഇന്ന വ്യക്തി സ്റ്റെറിലൈസേഷൻ ആണ് ചെയ്യണമെങ്കിൽ ഇന്ന വ്യക്തി എന്ത് ചെയ്യണം? സ്റ്റെറിലൈസേഷൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? CSST മാനേജറുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഡയറക്റ്റിന്റെ ഡ്യൂട്ടി റോസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ പട്ടികപ്പെടുത്തുക. നമ്മൾ ഓരോ വ്യക്തികളും ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണെന്നുള്ളത് പട്ടികപ്പെടുത്തേണ്ടതും റെക്കോർഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ്? റെക്കോർഡ് എന്ന് വെച്ചാൽ അത് എഴുതി വെക്കേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ്? CSST മാനേജറിന്റെയാണ്. ഇനി അലോക്കേറ്റിംഗ് റിസോഴ്സ്, നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അലോക്കേറ്റ് ചെയ്യണം. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്ന്, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് ടു സ്ക്രൂട്ടനൈസ് ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ്. നമ്മൾ കറക്റ്റ് കോസ്റ്റ് കൺട്രോൾ ചെയ്യണം. ചെലവ് ചുരുക്കണതിന്റെ ഭാഗമായിട്ട് അലോക്കേറ്റിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിഭജിച്ചു കൊടുക്കണം, ഓരോരുത്തർക്ക് അത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മള് കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും അത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? റിപ്പീറ്റ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഇതേ എഫേർട്സും ഇതേ ടൈമും ഇതേ റിസോഴ്സും ആവശ്യമായിട്ട് വരും. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ഈ ഒരു പ്രോസസ്സ് വീണ്ടും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ടാസ്ക് ആണ്. നമുക്ക് ഒരു പ്രാവശ്യം സ്റ്റെറിലൈസ് ചെയ്തു, അത് വീണ്ടും സ്റ്റെറിലൈസ് ചെയ്യണം. ഈ പറഞ്ഞ പ്രോസസ്സിലൂടെ എല്ലാം കടത്തി വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ടാസ്ക് ആണ്. സോ നമ്മൾ കോസ്റ്റ് കൺട്രോളിന്റെ ഒക്കെ ഭാഗമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്തു നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന ആക്ടിവിറ്റീസിന്റെ നമ്പേഴ്സ് കൂടും. ഒരു പ്രാവശ്യം സ്റ്റെറിലൈസ് ചെയ്യേണ്ട കാര്യം നമ്മൾ 2 പ്രാവശ്യം ചെയ്യുന്നതായിട്ട് വരും. നമുക്ക് അത്രയും പ്രാവശ്യം ചെയ്ത എഫേർട്ട് വീണ്ടും എടുക്കേണ്ടതായിട്ട് വരും. നമ്മളുടെ ഈ കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ, ഉപയോഗ വസ്തുക്കള് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് വേണം. നമ്മൾ സപ്ലൈസിന്റെയും കൺസ്യൂമബിൾസിന്റെയും നമുക്ക് CSST-യിലേക്ക് വരുന്ന എക്യുപ്മെന്റ്സിന്റെയും അതേപോലെ നമ്മൾ CSST-ന്ന് സപ്ലൈ ചെയ്യുന്ന എക്യുപ്മെന്റ്സിന്റെയും ഒരു വിവര പട്ടിക, ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് വേണം. എന്ന് വെച്ചാൽ ഇന്ന ഐറ്റംസ് ആണ് CSST-യിലേക്ക് എന്ന് വന്നത്, ഇന്ന ഐറ്റംസ് സ്റ്റെറിലൈസ് ചെയ്തു, ഇന്ന ഡിപ്പാർട്ട്മെന്റ് നമ്മളത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വ്യക്തമായ ധാരണ. നമ്മൾ സ്റ്റോക്ക് ഒക്കെ കീപ്പ് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അത് സ്റ്റോർ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ സ്റ്റോക്ക് കീപ്പിംഗ് കറക്റ്റ് ആയിട്ട് നമ്മൾ അവിടുത്തെ സ്റ്റോക്കുകളൊക്കെ കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ടെസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമ്മളിതിൽ പറയണത് ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ CSST മാനേജർ ഓർ ഇൻചാർജ്. ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് CSST-യുടെ മൊത്തമായിട്ടുള്ള മേൽനോട്ടം വഹിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? CSST മാനേജർക്കാണ്. CSST-യിൽ പ്രോപ്പർ ആയിട്ട് എല്ലാവരും ജോലി ചെയ്യുന്നുണ്ടോ, അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള ടാസ്കുകൾ അനുസരിച്ചാണ് അവർ ജോബ് ചെയ്യുന്നത്, അവർക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള റിസോഴ്സ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്താം. സൂപ്പർവൈസിംഗ് ആൻഡ് ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫ്. നമ്മൾ ട്രെയിനിങ് സ്റ്റാഫുകൾക്ക് ആവശ്യത്തിനുള്ള സൂപ്പർവൈസിങ്ങും അതേപോലെ ഗൈഡ് ലൈൻസും
ട്രെയിനിങ് ഒക്കെ കൊടുക്കുക. നമ്മുടെ സ്റ്റാഫുകൾക്ക് ആവശ്യത്തിനുള്ള മേൽനോട്ടം, അതേപോലെ തന്നെ ഗൈഡ് ചെയ്യുക, അവർക്ക് ആവശ്യത്തിനുള്ള ട്രെയിനിങ് ഒക്കെ CSST മാനേജർ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹമാണ് ഇന്ന ജോലി ഇന്ന ആൾക്കാണ് ചെയ്യുന്നത്. ജോലി ഡ്യൂട്ടി പട്ടികപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? CSST മാനേജർക്കാണ്. അതേപോലെ ഇന്ന ഡ്യൂട്ടി ഇന്ന ആളാണ് ചെയ്തത് എന്നുള്ളത് റെക്കോർഡ് രേഖപ്പെടുത്തുന്ന ഉത്തരവാദിത്വം CSST മാനേജർക്കാണ്. ഇനി അലോക്കേറ്റിംഗ് റിസോഴ്സസ്, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്കേഴ്സ് ആണ്. അത് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. അനുവദിച്ചിട്ടുള്ള റിസോഴ്സസ് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യണം. കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് ടു സ്ക്രൂട്ടനൈസ് ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ്. നമ്മൾ ചിലവ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്ത് സൂക്ഷ്മ പരിശോധന നടത്തിയതിനു ശേഷം നമ്മൾ ഈ നമ്പർ ഓഫ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണത് അത് കുറച്ച് എഫേർട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വീണ്ടും അത്രയും ടൈമും അത്രയും എഫേർട്ടും അത്രയും വാക്കും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ ചെലവ് വരുന്നുണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ അത് കറക്റ്റ് ആയിട്ടാണ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നടന്നതെന്ന് ഉറപ്പുവരുത്തണം. ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് allocating allocating okay alting allocating എന്നാണ് ഞാൻ വായിച്ചത് അല്ലെ. ഓക്കെ, സ്ക്രൂട്ടനൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷ്മ പരിശോധന നടത്തണം. നമ്മളിപ്പോ ചെയ്ത കാര്യങ്ങൾ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ഇൻവെന്ററി മാനേജ്മെന്റ്, അതേപോലെ തന്നെ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുള്ള സപ്ലൈസും നമ്മളുടെ കൺസ്യൂമേഴ്സും ഉപയോഗ വസ്തുക്കളൊക്കെ കറക്റ്റ് ആയിട്ടാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇതിന്റെ ഒരു ഇൻവെന്ററി നമ്മൾ CSST ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റ് ആയിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കണം. അത് എപ്പോഴാണ് റിക്വസ്റ്റ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എമർജൻസി ആയിട്ട് നമുക്ക് റിക്വസ്റ്റ് വരുന്നതിനനുസരിച്ച് നമ്മൾ അത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? നമ്മൾ സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. കറക്റ്റ് രീതിയിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഇൻവെന്ററി മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്റ്റോക്കുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സ്റ്റോക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കൺസ്യൂമബിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്നുള്ള മീനിങ് ആണ് ട്ടാ. ഉപയോഗ വസ്തുക്കൾ എന്നുള്ള മീനിങ് ആണ് ട്ടാ. ഒന്ന് വായിച്ചു നോക്കി. ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് CSST മാനേജർ ഓർ ഇൻചാർജിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് വായിച്ചു നോക്കി. റോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പട്ടികപ്പെടുത്തുക എന്നാണ് മീനിങ് വന്നത്. നമ്മള് അത് കറക്റ്റ് ആയിട്ട് ഓരോരുത്തര് ഇങ്ങനെ ഡ്യൂട്ടീസ് ആണ് ചെയ്യേണ്ടതെന്ന് നമ്മളത് പട്ടികപ്പെടുത്തേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ CSST എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക എല്ലാവരും. CSST ആദ്യം മുതൽ ഒന്ന് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കൂ. ഫസ്റ്റ് മുതല് ഫസ്റ്റ് തൊട്ടൊന്ന് വായിച്ചു കൊടുക്കട്ടോ. നമ്മ ഒരു 5 മിനിറ്റ് തരാം. ദെൻ ഞാനൊരു പുതിയ ചാപ്റ്റർ നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കേണ്ട ചാപ്റ്ററിലേക്ക് ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വയ്ക്കാം. CSST ഒന്ന് 5 മിനിറ്റ് കൊണ്ട് ഒന്ന് വേഗം ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ.
അപ്പൊ നമ്മള് CSST നോക്കി. CSSTയുടെ ഫുൾ ഫോം സെൻട്രൽ സ്റ്റെറിലൈസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ ഹോസ്പിറ്റൽ മുഖേന അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് മുഖേന ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ ഹോസ്പിറ്റൽസിലും CSST വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കി ഡിസൈൻ എങ്ങനെയായിരിക്കണം, നമ്മൾ ഒരു യൂണി ഡയറക്ഷനിലായിരിക്കണം ഇതിന്റെ ഡിസൈൻ വരുന്നത്. നമ്മൾ അത് എന്താ പറയാ, ഡിസ്ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് സ്വീകരിക്കുക, അത് ക്ലീൻ ചെയ്യുക, അത് സ്റ്റെറിലൈസ് ചെയ്യുക. ഒരു യൂണി ഡയറക്ഷൻ ഓഫ് ഡയറക്ഷണൽ ആയിട്ട് അതിന്റെ ഫ്ലോ വരുന്നത്. പിന്നെ പ്ലാനിങ് ഓഫ് CSST പറഞ്ഞു, വർക്ക് ഫ്ലോ ഓഫ് CSST എങ്ങനെ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു. ദെൻ ഓർഗോനഗ്രാം, ഓരോ വ്യക്തിയുടെ കീഴിലും അത് നമ്മള് ജോബ് ഹയറാക്കിയാണ് പറഞ്ഞത്. CSSTയിൽ ആരൊക്കെയാണ് അവരുടെ കീഴിലാണ് വരുന്നത് എന്ന് പറഞ്ഞു. ദെൻ ഫങ്ഷണൽ ഏരിയാസ് പറഞ്ഞു, 6 ഫങ്ഷണൽ ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് റിസീവിംഗ് ഏരിയ ആണ്, ദെൻ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഏരിയ, അത് പാക്ക് ചെയ്യുന്ന ഏരിയ, ദെൻ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഏരിയ. സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് പറഞ്ഞു, സ്റ്റീം സ്റ്റെറിലൈസർ പറഞ്ഞു, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ പറഞ്ഞു, പിന്നെ സ്റ്റോറേജ് ഏരിയ പറഞ്ഞു, നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ പറഞ്ഞു. ദെൻ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഒന്ന് മെഷീൻ ആണ്, മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. നെക്സ്റ്റ് കെമിക്കൽ സ്ട്രിപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് പിന്നെ യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന ആ ഇൻസ്ട്രുമെന്റ്സിനൊപ്പം തന്നെ മൈക്രോ ഓർഗാനിസത്തിനെ ആ ഒരു ബോട്ടിലിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, മൈക്രോക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നെടുത്തത് CSST ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. CSSTയിൽ എങ്ങനെയാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ്സും അതേപോലെ തന്നെ സ്റ്റെറിലൈസ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് കളക്ട് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണേന്ന് നോക്കി. ഒന്ന് കഴിഞ്ഞ് ക്ലീൻ ആയിട്ടുള്ള ഐറ്റംസിന്, ഡയറക്റ്റ് ആയിട്ടുള്ള ഐറ്റംസിന് പകരം ക്ലീൻ ആയിട്ടുള്ള ഐറ്റംസ് കളക്ട് ചെയ്യാം. നമ്മുടെ റിക്വസ്റ്റ് അനുസരിച്ച് നമ്മൾ CSST സപ്ലൈ ചെയ്യാറുണ്ട്. ഗ്രോസറി ഐറ്റംസ്, നമ്മൾ സ്പെസിഫിക് പീരീഡുകൾക്കൊക്കെ ആവശ്യമുള്ള ഐറ്റംസ് നമ്മൾ CSST ഡെലിവർ ചെയ്യും ആ ഒരു ഇന്റർവെൽസ് അനുസരിച്ച്. ദെൻ കോട്ട ഐറ്റംസ് ആണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഇത്രയും സ്റ്റോക്ക് എപ്പോഴും സപ്ലൈ ചെയ്യണമെന്നുണ്ട്, അതനുസരിച്ച് സപ്ലൈ ചെയ്യും. ദെൻ നമ്മൾ പറഞ്ഞത് അഡ്മിനിസ്ട്രേഷൻ മോണിറ്ററിംഗ് ആണ്. പിന്നെ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് CSST മാനേജർ ഇൻചാർജ് ആണ്. ഓക്കെ, ചെറിയ ചാപ്റ്റർ ആണ്, സിമ്പിൾ ആണ്. വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് മോർച്ചറി സർവീസ് ആണ്. നമ്മള് ഒരു വ്യക്തി അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോ ഇൻഡിവിജ്വൽസിനും എന്തുണ്ട്, മരണമുണ്ട്. അപ്പൊ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബോഡീസ് പ്രിസർവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഏരിയ ആണ് മോർച്ചറി എന്ന് പറയുന്നത്. നമ്മള് ആ ഇത്രയും നാള് നമുക്ക് കിട്ടിയ റെസ്പെക്റ്റോട് കൂടി തന്നെ വേണം നമ്മൾ ആ ഒരു വ്യക്തിനെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ആ വ്യക്തിയുടെ ഡെഡ് ബോഡിനെ നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ആ അത്രയും കെയറോട് കൂടി നല്ല അത്രയും സേഫ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്, കീപ്പ് ചെയ്യാനായിട്ട്. അപ്പോ മോർച്ചറി എന്ന് പറയുന്നത് ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്ന ആ ഒരു പ്ലേസ് അല്ലെങ്കിൽ ആ ഒരു റൂമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാധാരണയായിട്ട് മോർച്ചറി എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മള് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മൾക്ക് അടുത്തുള്ള ഹോസ്പിറ്റൽസിൽ ചിലപ്പോൾ മോർച്ചറി അവൈലബിൾ ആയിരിക്കില്ല. നമുക്ക് ദൂരത്തേക്ക് നമ്മൾ മാറ്റേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമ്മളുടെ ഹോസ്പിറ്റൽസിൽ ഈ മോർച്ചറി സർവീസ് പ്രൊവൈഡ് ചെയ്യാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളത് ഫോളോ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിന്റെ നീഡ് എന്താണ്, മോർച്ചറി പ്രൊവൈഡ് ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഫങ്ഷണൽ ഏരിയാസ് എന്തൊക്കെയാണ്, ടൈപ്സ് ഓഫ് മോർച്ചറി എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമ്മളിപ്പോ മോർച്ചറി എന്ന് കേൾക്കുമ്പോൾ അയ്യോ ഈ മോർച്ചറിയോ എന്നൊക്കെ എല്ലാ ഹോസ്പിറ്റൽസിൽ കാണാനായിട്ടുള്ള ചാൻസ് കുറവാണ്. അതായത് അതനുസരിച്ച് നമ്മുടെ ബെഡിന്റെ കപ്പാസിറ്റി ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ മോർച്ചറി വേണോ വേണ്ടെന്നൊക്കെ നോക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ മോർച്ചറീസ് അവൈലബിൾ ആണ്. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണെങ്കിൽ അവർ മോർച്ചറിക്ക് ഒരുപാട് ചാർജ് ഒക്കെ വാങ്ങിക്കുന്നത് കൊണ്ട് എല്ലാ ഹോസ്പിറ്റലും ഉണ്ടാവില്ല. അത്യാവശ്യം ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കുറച്ചും കൂടി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലൊക്കെ ഇപ്പൊ പ്രോപ്പർ ആയിട്ട് മോർച്ചറീസ് ഒക്കെ ഉണ്ട്. അപ്പോ മോർച്ചറി എന്ന് പറയുന്നത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള പാർട്ടാണ്.
ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ത് മോർച്ചറി സർവീസ് എന്ന് പറയുന്നത്. നമുക്ക് മരണപ്പെട്ട ആ ഒരു വ്യക്തിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്നവരെ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റുന്ന ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് നമ്മൾ മോർച്ചറി കാണുന്നത്. നിങ്ങൾ വിചാരിക്കും അയ്യോ മോർച്ചറി എന്ന് വിചാരിച്ചാൽ ബാഡ് എന്ന് വിചാരിക്കരുത്. മോർച്ചറി എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരുപാട് ഫീലിങ്സ് ചില എന്ന് വെച്ചാൽ അത്രയും നാള് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു മോർച്ചറിൽ കുറച്ച് നേരത്തേക്കാളും കുറച്ച് മണിക്കൂറിലേക്കെങ്കിലും കിടക്കുമ്പോൾ അവിടെ ഒരുപാട് ഫീലിങ്സും ഒരുപാട് ആൾക്കാരുടെ പ്രതീക്ഷയും ഒരുപാട് എന്താ പറയാ വിഷമങ്ങളും ആ ഒരു ഏരിയയിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. അത്രയും ഒരു സെന്റിമെന്റ്സ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഏത് മോർച്ചറി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. മോർച്ചറി ഈസ് ആൻ ഇന്നവിറ്റബിൾ പാർട്ട് ഓഫ് എവറി ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇൻ ദ മോർച്ചറി. ആസ് ഇറ്റ്സ് ഹാൻഡിൽ ദ പ്രിസർവേഷൻ ഓഫ് ദ ഡെഡ് ബോഡി സോ ദാറ്റ് എ ഫോറൻസിക് ക്ലിനിക്കൻ and pathologist may investigate the causes of death, make scientific investigations. നമ്മള് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബോഡീസ് ഒക്കെ പ്രിസർവ് ചെയ്യുന്നത്? ഫോറൻസിക് ഡോക്ടേഴ്സിനൊക്കെ കറക്റ്റ് ആയിട്ട് അത് പരിശോധിക്കാനും എന്താണ് മരണ കാരണം എന്ന് മനസ്സിലാക്കാനും രോഗനിർണയത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. പാത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഡോക്ടർ ഹു സ്പെഷ്യലൈസ് ഇൻ നേച്ചർ ഓഫ് ഡിസീസ് ആൻഡ് കോസസ്. എന്ത് പറ്റിയിട്ടാണ് ആ പേഷ്യന്റ് മരിച്ചത്, അതിന് മരണത്തിനുണ്ടായിരുന്ന കാരണം എന്താണ്, ഫോറൻസിക് ടെസ്റ്റ് നടത്താം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കേട്ടില്ലേ എന്തുകൊണ്ടാണ് അത് മരണം സംഭവിച്ചത്. അതേപോലെ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷന്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് എന്താ ഡെഡ് ബോഡീസ് മോർച്ചറിലേക്ക് മാറ്റാറ്. നമ്മൾ മോർച്ചറിന് മോർക്ക് എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യാറുണ്ട്. മോർക്ക് or mortuary as in hospital is used for storage of dead bodies. നമ്മൾ സാധാരണയായിട്ട് മോർച്ചറി യൂസ് ചെയ്യുന്നത് ആ ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഡെഡ് ബോഡി ചിലപ്പോൾ ഐഡന്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. ചില പേഷ്യൻസിന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ചില ഡെഡ് ബോഡീസ് ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു വന്നതാണെങ്കിൽ അവര് അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അവരുടെ റിലേറ്റീവ്സ് അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞ് വന്ന് അത് ഐഡന്റിഫൈ ചെയ്യണം. അതേപോലെ റിമൂവലിന് വേണ്ടിയിട്ട് ആ അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഓട്ടോപ്സി കോമയുണ്ടോ ഓട്ടോപ്സി അറിയാലോ, പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോപ്സി ഓർ ബ്രോണൽസ് എന്ന് പറഞ്ഞാൽ അടക്കം ചെയ്യുക. സെറിമെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശവസംസ്കാരം ഓർ സം അതർ പോസ്റ്റ് ഡെത്ത് റിച്വൽസ്. മറ്റെന്തെങ്കിലും എന്താ പറയാ മരണാനന്തരമായിട്ടുള്ള എന്തെങ്കിലും ചടങ്ങുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഡെഡ് ബോഡീസ് ആണ് സാധാരണയായിട്ട് ഇവിടെ കീപ്പ് ചെയ്യാറ്, മോർച്ചറിയിൽ കീപ്പ് ചെയ്യാറ്. നമ്മള് മോർക്ക്, the term morgue is derived from the French word morgue, which means to look solemnly, to defy. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോൾമെന്റ്ലി എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്ന് മോർക്ക് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് മോർച്ചറി എന്ന് പറയുന്ന വേർഡ് ഡെറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. മോർക്ക് എന്ന് പറയുന്ന വേർഡ് ഡെറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൗരവത്തോടെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള, സോൾമെന്റ്ലി ടു ഡിഫൈ, ഗൗരവത്തോടെ നമ്മൾ സൂക്ഷിച്ചു വച്ചിട്ടുള്ള എന്നുള്ളതാണ്. നമ്മൾ അത്രയും സേഫ് ആയിട്ട് വേണം. നമ്മൾ ആ ഒരു ആള് ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര റെസ്പെക്ട് കൊടുക്കും, ആ ഒരു റെസ്പെക്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മരണശേഷവും അദ്ദേഹത്തിന് കൊടുക്കണം. അദ്ദേഹത്തിന്റെ ബോഡിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബോഡിക്ക് നമ്മൾ അതേ ഒരു റെസ്പെക്ട് തന്നെ കൊടുക്കണം. അല്ലാതെ അവിടെ ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. കറക്റ്റ് ആയിട്ട് അത് സേഫ് ആയിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കണം. മോർക്ക് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ നോർത്തേൺ അമേരിക്കൻ ഇംഗ്ലീഷ്. നമ്മൾ അമേരിക്കൻ ഇംഗ്ലീഷിലാണ് മോർക്ക് എന്നുള്ള വേർഡ് മീനിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മോർച്ചറി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് സാധാരണ കോമണിലായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളത് റെസ്പെക്റ്റോട് കൂടിയാണ് പഠിപ്പിക്കേണ്ട പർപ്പസിന് വേണ്ടിയിട്ട്. അതേപോലെ PG അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അണ്ടർ ഗ്രാജുവേഷൻ സ്റ്റുഡൻസിനൊക്കെ നമ്മളത് പഠിപ്പിക്കണം. അവർക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ മറ്റുള്ള പേഷ്യൻസിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഡെമോൺസ്ട്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ആ ബോഡി വെച്ച് പഠിപ്പിക്കുന്നത്. എന്തെങ്കിലും ഒരു നല്ല ഉദ്ദേശത്തോടു കൂടെ മാത്രമേ നമ്മൾ ആ ബോഡിനെ സമീപിക്കാൻ പാടുള്ളൂ. ഓക്കെ, നമ്മളിപ്പോ എന്താ പറഞ്ഞത്, മോർച്ചറിനെ കുറിച്ചിട്ടാണ്. ഡെഡ് ബോഡീസ്
പെർഫെക്റ്റ് ആയിട്ട് സേഫ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട സ്ഥലമാണ് ഏത് മോർച്ചറി എന്ന് പറയുന്നത്. ഈ ഡെഡ് ബോഡീസ് ഇത് എന്തിനു വേണ്ടി കീപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ടാണ് ഫോറൻസിക് പേഴ്സൺസിനും പാത്തോളജിസ്റ്റിനും ഈ ബോഡിയിൽ എന്താണ് മരണ കാരണം, എന്തൊക്കെ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആ ബോഡിയിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. അതേപോലെ മോർച്ചറിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡെഡ് ബോഡീസ് ഒന്നില്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടായിരിക്കും. അവരെ വെയിറ്റ് ചെയ്തായിരിക്കും ആ ഒരു തണുത്ത ആ ഒരു സ്ഥലത്ത് കുറച്ച് ഇത്രയും നേരം അവരെങ്ങനെ കിടക്കുന്നത്. അതേപോലെ റിമൂവല് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പേഷ്യന്റും അങ്ങനെയായിരിക്കും. അതേപോലെ ഓട്ടോപ്സി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേഷ്യൻസിനെ വെയിറ്റ് ചെയ്യുന്നത് മോർച്ചറിയിൽ തന്നെയാണ്. ബ്രൂണേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞാൽ അടക്കം ചെയ്യാനും ശവസംസ്കാരം ചെയ്യാനും മറ്റെന്തെങ്കിലും മരണശേഷമുള്ള എന്തെങ്കിലും ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് മോർച്ചറിയിൽ തന്നെ നമ്മൾ ആ ബോഡി കീപ്പ് ചെയ്യുന്നത്. മോർച്ചറി എന്ന് പറയുമ്പോൾ മീനിങ് പറഞ്ഞു. നോർത്തേൺ അമേരിക്കയിലാണ് മോർച്ചറി യൂസ് ചെയ്യുന്നത്. അതേപോലെ മോർച്ചറി നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യക്കാര് കുറച്ചും കൂടി ചായ്വ് കൂടുതലും ബ്രിട്ടീഷുകാരോടാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് മോർച്ചറി എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ 3 പോയിന്റ്. വായിച്ചു നോക്കിയാൽ മതി. ഓട്ടോപ്സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ഇല്ലേ, അതിനെയാണ് പറയുന്നത്. മൃതദേഹ പരിശോധനയൊക്കെ ചെയ്യില്ലേ, അതാണ്. പാത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാല് എ ഡോക്ടർ ഹു സ്പെഷ്യലൈസ്ഡ് ഇൻ നേച്ചർ ഓഫ് ഡിസീസ് ആൻഡ് കോസസ്. എന്താണ് അസുഖം, അസുഖത്തിനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാത്തോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ മോർച്ചറി എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഏറ്റവും ബ്രൂണൽസ് എന്ന് വെച്ചാല് ശവസം അടക്കം ചെയ്യുക. എന്താ പറയാ, മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു ഇൻഡെമിറ്റബിൾ ആയിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു പാർട്ടാണ് മോർച്ചറി. നമ്മളിവിടെ ഡെഡ് ബോഡീസ് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. കാരണം നമ്മൾ ആ ഒരു വ്യക്തി ജീവനോട് ഇരുന്നപ്പോൾ കൊടുത്ത അതേ റെസ്പെക്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡെഡ് ബോഡിക്കും കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സെൽഫ് ഈ ഡെഡ് ബോഡീസ് അവരുടെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ റിമൂവലിനോ ഓട്ടോപ്സിക്കോ ഡോണേഴ്സിനോ അല്ലെങ്കിൽ സെർമിനേഷനോ അതല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ് ഡെത്ത് റിച്വൽസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ള എന്താണ് ഡെഡ് ബോഡീസ് ആയിരിക്കും സാധാരണയായിട്ട് മോർച്ചറിയിൽ വെക്കാറ്. പോസ്റ്റ് ഡെത്ത് റിച്വൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് മരണാനന്തരമായിട്ടുള്ള എന്തെങ്കിലും ചടങ്ങുകൾ അതിന് വേണ്ടിയിട്ടുള്ള അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെഡ് ബോഡീസ് ആയിരിക്കും മോർച്ചറിയിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പോ ഫോറൻസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോറൻസിക് ഒന്ന് അറിഞ്ഞുകൂടി, നമ്മൾ ആ ഒരു പേഷ്യന്റിനെ എന്ത് കാരണം കൊണ്ടാണ് മരണപ്പെട്ടത് എന്നുള്ളത് സയന്റിഫിക്കലി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ശാസ്ത്രീയമായിട്ട് തെളിയിക്കാറുണ്ട്. അങ്ങനത്തെ അന്വേഷണങ്ങളൊക്കെ നടത്തുന്നതിനെയാണ് ഫോറൻസിക് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് മോർച്ചറി ഇൻട്രൊഡക്ഷൻ തന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ വ്യക്തമായിട്ട് എടുക്കാം. നമ്മൾ CSST, നിങ്ങൾ എല്ലാവരും ഒന്ന് CSST നന്നായിട്ട് പഠിക്കുക, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. മോർച്ചറി നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഒന്നും കൂടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ തന്നുള്ളൂ. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. Have a nice day.